അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു സമകാലിക കാലത്ത് പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. റിലീജിയൻ ആൻഡ് സയൻസ്, മതവും ശാസ്ത്രവും. അപ്പോൾ ഞാൻ ഫർഹെ. ഞാൻ ഐഷ. മതം പഴയതാണെന്നും ശാസ്ത്രം പുതിയതാണെന്നും പലരും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മതം പുരോഗമനം നടത്തുന്നില്ലെന്നെല്ലാം അവർ ആരോപിക്കുന്നു. മതം, പ്രത്യേകിച്ച് ഇസ്ലാം, നമുക്ക് കൃത്യമായ മാർഗദർശനവും ലക്ഷ്യവും നൽകുന്നു. നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, എന്താണ് ശരിയും തെറ്റും, നമ്മുടെ മരണത്തിന് ശേഷം എന്താണ് നമുക്ക് സംഭവിക്കാനുള്ളത് എന്നിങ്ങനെയുള്ള വലിയ ചോദ്യങ്ങൾക്ക് ഇസ്ലാം ഉത്തരം നൽകുന്നു. എന്നാൽ ഗ്രാവിറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നു, വിത്തുകൾ എങ്ങനെ മുളക്കുന്നു, രോഗങ്ങൾ എങ്ങനെ പടരുന്നു എന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നു. എന്നാൽ ശാസ്ത്രത്തിന് പരിമിതികളുണ്ട്. മഴ എങ്ങനെ പെയ്യുന്നുവെന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും മഴ ആര് പെയ്യ്ക്കുന്നുവെന്നോ മഴ പെയ്യിക്കുന്ന സൃഷ്ടാവിനോട് നാം നന്ദിയുള്ളവരാകണമെന്നോ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നില്ല. ശക്തമായ ആയുധങ്ങൾ ശാസ്ത്രം നിർമ്മിക്കുമെങ്കിൽ കൂടി എവിടെ അത് ഉപയോഗിക്കാം, എവിടെ അത് ഉപയോഗിക്കരുത് എന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ്, അങ്ങ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മൈക്രോസ്കോപ്പുകളോ ടെലിസ്കോപ്പുകളോ ലാബുകളോ ഒന്നുമില്ലാത്ത കാലത്താണ് ഖുർആൻ അവതരിച്ചത്. എന്നിരുന്നാലും സയൻസ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലായി കണ്ടെത്തിയ പല കാര്യങ്ങളും മുമ്പേ ഇസ്ലാം വ്യക്തമായി സംസാരിച്ചിട്ടുള്ളവയാണ്. ശാസ്ത്രം സ്ഥിരീകരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പ്ലാനറ്റ്സിന്റെ ഭ്രമണത്തെ പറ്റിയും പരിക്രമണത്തെ പറ്റിയും ഖുർആനിൽ സൂറത്തുൽ അംബിയയിലെ 33-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു. എംബ്രിയോളജിയിൽ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് വളരുന്നത് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് സൂറ മുഅ്മിനൂനിലെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറഞ്ഞു. എന്നാൽ നൂതന വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് ശാസ്ത്രം ഇത് കണ്ടെത്തിയത്. ഉപ്പുജലത്തിനും ശുദ്ധജലത്തിനും ഇടയിലുള്ള തടസ്സത്തെ പറ്റിയും അവ വേർതിരിച്ചു നിൽക്കുന്നതിന്റെ കാരണത്തെ പറ്റിയും സൂറത്തുൽ ഫുർഖാനിലെ 53-ാം വചനത്തിലും സൂറത്തുർ റഹ്മാനിലെ 19-20 വചനങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നു. യൂണിവേഴ്സ് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രം ഈയിടെയുള്ള നൂറ്റാണ്ടിൽ മാത്രമാണ് കണ്ടുപിടിച്ചത്. എന്നാൽ ഖുർആന് 1400 വർഷങ്ങൾക്ക് മുമ്പ് സൂറ ദാരിയാത്തിലെ 47-ാം വചനത്തിൽ ഇത് കൃത്യമായി പരാമർശിച്ചു. ഖുർആൻ സ്രഷ്ടാവിൽ നിന്നല്ലെങ്കിൽ എങ്ങനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ പറയപ്പെടും? സയൻസ് ഇന്ന് ശക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഇന്ന് വികസിച്ചു. ബഹിരാകാശത്തേക്ക് റോക്കറ്റുകൾ അയച്ചു. എന്നാലും ശാസ്ത്രത്തിന് എല്ലാത്തിനും ഉത്തരം നൽകാൻ കഴിയില്ല. ഇന്ന് നമ്മൾ പൊല്യൂഷൻ, തകർന്നുപോയ കുടുംബങ്ങൾ, സത്യമില്ലായ്മ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഇതിനെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്തി. കാലാവസ്ഥാ വ്യതിയാനം, പൊല്യൂഷൻ എന്നിവയെ സംബന്ധിച്ച് ഒന്നും പാഴാക്കരുതെന്നും ഭൂമിയെ സംരക്ഷിക്കണമെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബം തകരാതിരിക്കാൻ മാതാപിതാക്കളോട് മക്കളോട് ദയവുള്ളവരാകാനും മൂല്യങ്ങളോടെ കുട്ടികളെ വളർത്താനും ഇസ്ലാം കൽപ്പിക്കുന്നു. കുടുംബ ബന്ധം മുറിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ലെന്ന് പോലും ഇസ്ലാം പഠിപ്പിച്ചു. മാനസികമായും ആരോഗ്യപരമായും ശാന്തി ലഭിക്കാൻ ദിക്ർ, ദുആ, പ്രാർത്ഥന എന്നിവ ഇസ്ലാം പഠിപ്പിച്ചു. ക്ഷമ അവലംബിക്കണം എന്ന് ഇസ്ലാം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അനീതിയും വംശഹത്യയും പ്രശ്നമോ നിറം, ജാതി, വംശം എന്നിവ നോക്കിയല്ല, ഒരു മനുഷ്യന്റെ സ്വഭാവം നോക്കിയാണ് ഇസ്ലാം അയാളെ വിലയിരുത്തുന്നത്. അതായത് സയൻസ് തെളിയിക്കുന്ന ഏതൊരു കാര്യത്തിലും ഈ ഫൗസിയാബിലിറ്റി അവശേഷിച്ചുകൊണ്ടായിരിക്കും അത് തെളിയിക്കുന്നത്. ഇസ്ലാം ഒരിക്കലും ശാസ്ത്രത്തെ നിരാകരിക്കുന്നില്ല, അതെപ്പോഴും അതിനെ സ്വാഗതം ചെയ്യുന്നു. ഖുർആൻ അവതരിക്കാൻ ആരംഭിച്ചത് തന്നെ ഇഖ്റ, വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും ചിന്തിക്കാനും നിരീക്ഷിക്കാനും അറിവ് തേടാനും ഖുർആൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഇബ്നു സീന, അൽ ഖവാരിസ്മി, ഇബ്നു അൽ ഹൈസം എന്നിവർ ധീരനായ ശാസ്ത്രജ്ഞന്മാർ എന്നിവക്കൊപ്പം ആഴത്തിലുള്ള വിശ്വാസവും ഉള്ളവർ കൂടിയായിരുന്നു. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, സയൻസ് വിത്തൗട്ട് റിലിജൻ ഈസ് ലെയിം ആൻഡ് റിലിജൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ നാം എങ്ങനെ ജീവിക്കണമെന്ന് മതം നമ്മെ പഠിപ്പിക്കുന്നു. ശാസ്ത്രം മാറുന്നു, എന്നാൽ ഖുർആൻ മാറുന്നില്ല. കാരണം ഖുർആൻ എപ്പോഴും പെർഫെക്റ്റ് ആണ്. നാം ഒരിക്കലും ശാസ്ത്രത്തെയും ഖുർആനിനെയും വേർതിരിക്കരുത്.
അറിവ് തേടാനും ഈ ലോകത്തെ മികച്ചതാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.